എക്കോ ഫ്രം ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. പേരിൽ പറയുന്ന പോലെ തന്നെ കുര്യച്ചൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഒരു നിഗൂഢത നിലനിർത്തിക്കൊണ്ട് പടം ആരംഭിക്കുന്നതും നീങ്ങുന്നതും. കുര്യച്ചനെ തിരഞ്ഞും അറിഞ്ഞുമുള്ള ഒരു യാത്രയിൽ സഞ്ചരിക്കുന്നവരായി സന്ദീപ് പ്രദീപും വിനീതും നരേനും അശോകനും ബിനു പപ്പുവും രഞ്ജിത്ത് ശേഖറും അവരവരുടെ കഥാപാത്രങ്ങൾ അടിപൊളിയാക്കി. സിനിമയുടെ ടൈറ്റിൽ കാർഡുകൾ വരുന്ന നേരം മുതൽ എൻ ക്രെഡിറ്റ്സ് വരുന്നത് വരെ പ്രേക്ഷകരുടെ ബ്രെയിനെ ഫുള്ളി എൻഗേജ്ഡ് ആക്കിക്കൊണ്ടാണ് എക്കോ എന്ന ഈ ത്രില്ലർ കഥ പറഞ്ഞു പോകുന്നത്. ഒരു രംഗം പോലും അനാവശ്യമായി തോന്നാത്ത തരത്തിലാണ് 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ കട്ട് ചെയ്തു വച്ചിരിക്കുന്നത്. പടം 2 മണിക്കൂറേ ഉള്ളൂ എങ്കിലും ചിന്താപരമായി നീളം കൂടിയ ഓർമ്മകൾ നൽകുന്ന സിനിമയാണിത്. പട്ടികളും എക്കോയിൽ മെയിൻ കഥാപാത്രങ്ങളും കഥയുടെ പില്ലറുകളിൽ ഒന്നും ആണ്. അവയെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നതും അതിഗംഭീരമായി. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ ദിൻജിത്ത് അയ്യത്താൻ്റെ പടം കിടിലൻ വിഷ്വൽസ് കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും ഒരു മനോഹരമായ തിയേറ്റർ അനുഭവം തന്നെ തന്നു. സിനിമ കണ്ടിറങ്ങിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ കൂടെയുണ്ടായിരുന്നവരോട് എക്കോയെപ്പറ്റി ചർച്ച ചെയ്യും. അത് നമ്മെ വീടെത്തുന്നവരെയും പിന്തുടരുകയും ചെയ്യും. തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒരു മാസ്റ്റർ ക്ലാസിക് ത്രില്ലർ സിനിമയാണത്. ശരിക്കും ഞെട്ടി.